ഹലോ എവരി വൺ. അപ്പം ഞങ്ങളിത് ഡൽഹിക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഇതിൻ്റെ ഫ്രണ്ട് അഖിൽ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. നമുക്ക് വൈകുന്നേരം 5 മണിക്കാണ് ട്രെയിന്. ഞങ്ങളിത് അവിടെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങളിതാ പെട്ടിയും കിടക്കിയും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊരു പിടുത്തൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങി ഒന്നും തീരുമാനമാക്കിയില്ല. അങ്ങോട്ട് ഇറങ്ങിയതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്. ഏതായാലും നമുക്ക് കാണാം. അത് ചാനൽ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇത് നമ്മളെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇതാ ഞങ്ങൾ ട്രെയിന് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയണേ. ഇത് ട്രെയിനിന് കാത്തിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ടൈം റീൽസ് കണ്ട് ടൈം കളയുന്ന ചെക്കൻ. നമ്മൾ ട്രെയിന് അങ്ങനെ ഇവിടെ എത്തി. ഇതാ S4 ആണ്. അപ്പം S3 ഇതാ. S1 അതിലെ ഇതാ നമ്മളെ ഇതാണ് നമ്മളത് പകരം. ഓ മുടിഞ്ഞ തിരക്കാം. നമ്മളെ 71 72 നമ്മളിവിടെ നടക്കില്ല. ഇത് കൂടെ കയറി നടക്കില്ല. ചേട്ടാ ഒരു മിനിറ്റ്, നമുക്കേ അപ്പുറത്തൂടെ കയറാം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തിരക്കാം. എൻ്റെ മോനെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. എവിടെ 71 72 ആണ് നമ്മൾ. അങ്ങനത്തെ നമ്മൾ ട്രെയിനെത്തി. ഇതാകിലെക്കണ ചെക്ക് ഇവഞ്ഞ് മണാലിയിൽ കാണാം. ട്രെയിൻ നീങ്ങണ്ടോ? പറയും. അങ്ങനത്തെ കാലിക്കറ്റിൽ നിന്ന് ഇറങ്ങി കോഴിക്കോട്. റെയിൽവേ സ്റ്റേഷൻ. അഖിലത് എവിടേക്കുള്ള അഖിലെ അതെ
നമ്മൾ കണ്ണൂരെത്തി. ഈ രാത്രി ബിരിയാണി ചപ്പാത്തി ബിരിയാണി ചപ്പാത്തി ചൂട് ബിരിയാണി ചപ്പാത്തി വെറൈറ്റി സംഭവം. ഈ രാത്രി അധികം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നടക്കില്ല. നാളെ ഏതായാലും രാവിലെ ഇനി ഷൂട്ട് ചെയ്യാം. കണ്ണൂരെത്തി. രാവിലെ നീച്ചതൊക്കെ വഴുകി. 10 മണിയൊക്കെ ആയി നീച്ചപ്പോൾ. ഞങ്ങളിപ്പോൾ ഇതാ മുംബൈയിലെത്തി. അതെ, അഖിലേറിന് മുംബൈയിലെത്തി. ഇന്നാകെ 17 സ്റ്റോപ്പും കൂടി ഉണ്ട്. ഞങ്ങൾ ഏകദേശം നാളെ 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. ഞങ്ങളെ കോച്ച് അതാണ്. ഞങ്ങളെ കോച്ചിൻ്റെ ഇവിടെ തന്നെ ഇതാ കുക്ക് ചെയ്യുന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളന്ന് സ്മെല്ലടിച്ചിട്ടേറെ ബിരിയാണി. സ്മെല്ല് മാത്രമേ ഉള്ളൂ. അയ്യോ, സൈറൺ അടിച്ച്. നമുക്ക് കയറിയാലോ എന്നാല്. അങ്ങനെ മുംബൈനോട് യാത്ര പറയാം. ബൈ ബൈ മുംബൈ. അത് നമ്മളതല്ലടാ, അപ്പുറത്തൊരു ട്രെയിൻ പോവല്ലേ. അതൊരു രക്ഷയില്ലാത്ത പോക്കായിട്ടോ. പോക്ക് ഉണക്ക അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാമാണെങ്കിൽ ഒടിഞ്ഞ പോക്ക്. ഏതോ ഒരു ടണലിൻ്റെ ഉള്ളിൽ കയറി. എവിടെയാണെന്നൊന്നും അറിയില്ല. ടണലുണ്ട്. ഈ ടണലിൽ കയറുന്ന പ്രശ്നം എന്താ വെച്ചാൽ ചെവി ഇതാവും, ചെവി അടയുന്നുണ്ട്. കുറേ ടണലുണ്ടായിരുന്നു. പനുവലി അറിയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയ. ഇതൊരു അമ്പാറ റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ സെറ്റപ്പ് ഒക്കെ നോക്കൂ. ഇതിന്റെ അപ്പുറത്ത് വേറെ പ്ലാറ്റ്ഫോം. ഇതൊരു അമ്പാറ സെറ്റപ്പായി. ഇങ്ങനത്തെ ട്രെയിന് നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇതൊരു വെറൈറ്റി അല്ലേ. ഈ സെക്ഷൻ എന്ന് പറയുന്നത് ലോങ് ഓടുന്ന ട്രെയിൻസാണ്. ഇവിടെ ഈ സെക്ഷൻ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അങ്ങോട്ടൊക്കെ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത് മുംബൈ ഈ സിറ്റി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ട്രെയിനുകളത്. ഇത് ലോങ് പോകുന്നത്. മുംബൈ സിറ്റിന്ന് നമ്മൾ വിടാ പറഞ്ഞു. മാരക ബിൽഡിങ്സ് അതിൻ്റെ ഇടയിൽ ഇതാതും എങ്ങനെ ഇരിക്കുന്നു.
വന്ന് 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 ഇഗത്പുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ എന്താന്ന് വെച്ചാൽ വരുന്തോറും ആൾക്കാരെ മാസ്കിന് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഒന്നും മാസ്കിലാണ്. മാസ്കൊക്കെ കുറവാണ്. ആരും ഇട്ടിട്ടൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുള്ളൂ. ഏതായാലും ഇവിടുന്ന് ഇനി 10 മണിക്കൂറിലേറെ യാത്ര ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഡൽഹിയിലെത്തും ഞങ്ങൾ. ആ രാജസ്ഥാനാണ്. ആ ആണോ? വിന്റേജ് സെറ്റപ്പ് സ്റ്റേഷൻ. വിന്റേജോ? ആ ആ ഇതല്ലാതെ അടിപൊളിയായില്ലേ? പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ ജിറാഫൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഫോട്ടോ ഉണ്ട് ഇതില്. ഞാൻ അന്ന് പോയ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. കുട്ടെ ഇതൊരു അടിപൊളിയായി സ്ഥലം. അതാ സൈറനല്ല അടിച്ചേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞങ്ങളിത് മ്യാൻമർ എത്തി. മ്യാൻമർ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്, അടിപൊളി തണുപ്പാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ ജാക്കറ്റ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. At last reached at Delhi railway station. ഡൽഹിയിലെത്തി നമ്മള്. ഓ എവിടെ ബാക്കിയുള്ളവര് അവരിറങ്ങണേ? ഇത് അർഷദ് വാ. യോ അവര് മെട്രോന്റെ അടുത്തേക്ക് ഉണ്ടോ? നമ്മള് പല്ലേറ്റില്ലേ? ഡൽഹിയിലെത്തി. ട്രെയിനൊരു സുഖല്ലായിരുന്നു. ട്രെയിന് ഫുള്ള് എല്ലാം അവാർഡ് പടം പോലെ എല്ലാ സ്റ്റോപ്പിലും നിർത്തി. അപ്പൊ റിട്ടേൺ ടിക്കറ്റ് ഏതായാലും ഒരു മാരക ട്രെയിനിൽ ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മളെ ഇതാക്കാൻ വേണ്ടിട്ട് നമ്മള് ടാക്സി എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ നല്ല റേറ്റും പറയുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾക്കൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ അടുത്ത്. നിസാമുദ്ദീൻ്റെ അടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ സ്ട്രീറ്റിക്ക് ഏതാ സ്ഥലത്തെ പേര്
കരോൾ ബസാർ എന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റ് ഉണ്ട്, അവിടേക്ക് പോകാനാണ് ഞങ്ങളെ പ്ലാന്. അപ്പം ഇവിടുന്ന് മെട്രോ എടുക്കണം ആദ്യം. മെട്രോക്ക് ഇവിടുന്ന് 10 മിനിറ്റ് നടന്നാൽ എത്തും. അതിന് വരെ ഇവര് 100 രൂപയൊക്കെ ചാർജ് ചെയ്യണം 10 മിനിറ്റ് നടക്കാൻ. അപ്പം നിങ്ങൾ വരുന്നവർ ആദ്യം ശ്രദ്ധിക്കുക, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് ഉണ്ട് നോക്കുക. അതിന് ശേഷം ഇതെടുത്താൽ മതി. ടാക്സി എടുക്കണോ എടുക്കണ്ടേന്ന് തീരുമാനിച്ചാൽ മതി. ഇവർ നല്ല റേറ്റ് ഒക്കെ പറയും, ഇപ്പം എത്തും 10 മിനിറ്റ് കൊണ്ട് എത്തും എന്നൊക്കെ പറയും. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് മാത്രം ടാക്സി എടുത്താൽ മതി. ഇല്ലടാ സത്യം പറഞ്ഞാൽ ഞങ്ങളിതാ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഒരു വിധാണ് എത്തിയത്. സംഭവം എന്താ വെച്ചാൽ ടാക്സിക്കാരെ കൊണ്ട് ഒരു മിലിറ്ററിക്കാരൻ വഴി മാപ്പിന് ഞങ്ങൾക്ക് കറക്റ്റ് കിട്ടണില്ല. പിന്നെ ഈ ബാക്ക് കാണുന്ന സ്ഥലമുണ്ട് റോഡ്, ഇത് ഫുള്ള് ടാക്സിക്കാരെ കൊണ്ട് നിറഞ്ഞിക്കുക. അതായത് ടാക്സിക്കാർ നമ്മളെ ടാക്സി എടുക്കാൻ വേണ്ടിയിട്ട് പല പരിപാടി എടുക്കും. അത് ആകെ 500 മീറ്റർ 600 മീറ്റർ ഉണ്ടാവുള്ളൂ. അതിന് വരെ ഒരു 100 റുപ്യൊക്കെ ചാർജ് ചെയ്ത് നമ്മളെ പിന്നാലെ എടുക്കും. ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മെട്രോ സ്റ്റേഷൻ എത്തുന്ന വരെ ഞങ്ങൾ പിന്നാലെ ടാക്സിക്കാരായിരുന്നു. ഏതായാലും ഇത് മെട്രോ സ്റ്റേഷൻ എത്തി. ഇനി ഇവിടുന്ന് ഏതൊരു സ്ട്രീറ്റിക്ക് കരോൾ ബാഗ് പറഞ്ഞ സ്ട്രീറ്റിക്ക് പോകണം. ഓക്കെ, അടികൂടെ മെട്രോ പോണ്. ഇവിടെ മെട്രോ ടിക്കറ്റ് എടുക്കേണ്ട നമ്മൾ തന്നെ സ്വയമായിട്ട് എടുക്കണം. അത് അങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടാവും. ഈ മെഷീനിൽ തന്നെ നമ്മൾ തന്നെ നോക്കി എടുക്കണം നമ്മളെ സ്റ്റേഷൻ അടിച്ചിട്ട്. പൈസ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൈസ എടുക്കും. അതേപോലെ ടിക്കറ്റിന് ഇവിടെ വന്നിട്ട് ഹിന്ദിയിലാവും ഫുള്ള്. അത് നമ്മളെങ്ങോട്ടാണ് പോകണേ ടൈപ്പ് ചെയ്തിട്ട് ഇതാ പൈസ അതേപോലെ അങ്ങോട്ട് ഇടാം. പൈസ എടുക്കുന്നില്ലല്ലോ. ഞങ്ങൾ ഓരോ അറ്റംപ്റ്റും പാളിക്കൊണ്ടിരിക്കുകയാണ്. പൈസ അങ്ങനെ ഇങ്ങനെയൊന്നും അതിൻ്റെ ഉള്ളിൽ കയറണില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയാലേ ടിക്കറ്റ് ഇങ്ങോട്ട് വരുള്ളൂ. ഞങ്ങളിപ്പോൾ അവിടെ ഒരു ആൾ എടുക്കണ നോക്കിയിട്ട് ഇപ്പോൾ വന്നതാണ്. എങ്ങനെ എടുക്കുക നോക്കാം. ഇങ്ങനെ ഓരോന്നിച്ച് ഇട്ടോ പോണ്ടോ? ടിക്കറ്റ് വരുന്നുണ്ടോക്കാം. എവിടെ എന്താ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വന്ന് ടോക്കൺ അറിയില്ലോട്. അയാൾ ഫുള്ള് ഇട്ടായിപ്പ്. കേരളത്തിൽ നിന്ന് നമ്മൾ കൂളായിട്ടെടുത്ത് ഇത്ര ഉള്ളു. ഇതിലെ എങ്ങോട്ട് വാ. കേരളത്തിൽ വന്ന് നമ്മൾ കൂളായിട്ടെടുത്ത് എന്നിട്ടാ ഇനി ഇവിടെ ഉള്ള മനുഷ്യനെ എടുക്കാന്ന് വെച്ചല്ല. മലയാളിടാ കോയിൻസ് കൊടുക്കാം. എടാ ഞാൻ ഇക്ക് കയറാൻ പറ്റില്ല. എൻ്റെ കോയിനിക്കുണ്ടോ? പണി പാളിയോ? ഇപ്പൊ സെറ്റേ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ നാട്ടില് എയർപോർട്ടിൽ ഒരാള് ഒരു ഡോക്യുമെന്റ് ഇത് വേണമെന്നില്ല. എയർപോർട്ടിൽ ഒരാൾക്ക് പോകാനുള്ള പ്രൊസീജിയേഴ്സ് മൊത്തം ഒരു മെട്രോയിൽ കയറാനുള്ള പ്രൊസീജിയേഴ്സ് കൊച്ചിയിൽ പോലും ഇത്രല്ല. എന്തല്ലേ അതാ മെട്രോ. നമ്മളെ മെട്രോ എപ്പോഴാ എന്തൊരു പിടുത്തൂല്ല. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് വൈവർ സ്റ്റേഷൻ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ചെന്നിറങ്ങണം. ഒന്നുകൂടി മാറി കയറണം എന്നാണ് ആ ദീദി അങ്ങോട്ട് പറഞ്ഞത്. അവിടെ ചേച്ചിണ്ട്. ആ ചേച്ചിയൊക്കെ പറഞ്ഞത് പമ്പി 2 സൈഡില് അത് നോക്കണം. വേറെന്താ ബെൽറ്റ് ഇട്ട് വലിക്കത് ഇല്ലല്ലോ. ഇതിൻ്റെ പ്രവർത്തന ശേഷി അറിയണമെങ്കിൽ ഞാൻ വേറെ വല്ല പഠിക്കാൻ പോലെ സംഭവം അടിപൊളിയാണ്. നമുക്ക് എവിടെങ്കിലും പെട്ടെന്ന് ക്ലോസ് ചെയ്യില്ലേ അഖിലേ? വേഗം കയറാൻ നോക്ക്. പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അതാ പെൺകുട്ടീനൊപ്പം കയറാ. വാ അഖിലേ വാടാ.
ഇവിടെ ഫ്രീ ഉള്ളത്. മെട്രോയിൽ കയറിയിട്ട് നമ്മളിങ്ങ് മയൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടുന്ന് ഞങ്ങൾ വേറെ സ്റ്റേഷനിലേക്ക് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ട് വേറെ മെട്രോയിൽ കയറണം. ഇതാണ് നമ്മളെ സ്റ്റേഷനെത്തി. ഞങ്ങൾ വന്ന മെട്രോ ദേ പോകുന്നു. എടുക്കുമ്പോൾ മുടിഞ്ഞ സ്പീഡാ. എടുക്കുമ്പോൾ നമ്മളെ വലിച്ചോണ്ട് പോകും. ഇനി അണ്ടർഗ്രൗണ്ട് പോകണം. അണ്ടർഗ്രൗണ്ട് പോയിട്ട് അവിടെയാണ് ഞങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോം 2. ആ ബായി ഉണ്ടോ അവിടെ? എങ്ങോട്ടാ പോവാ? പ്ലാറ്റ്ഫോം നമ്പർ 2 ഇന്നെ കണ്ടുപിടിക്കാം. അതോ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എക്സിറ്റ് ഉണ്ട് ടുവാർഡ്സ് ബ്ലൂ ലൈൻ. അതാ പ്ലാറ്റ്ഫോം നമ്പർ 3ഉം 4ഉം അവിടെ. 2ക്ക് ഒന്നുകൂടി അടിയിക്കാവുകയാണെങ്കിൽ ഗേറ്റ് നമ്പർ 412 ഇല്ലല്ലോ. ഇതിലെന്തുണ്ടോ? നമ്മളെ പ്ലാറ്റ്ഫോം അതാ കാണുന്നത്. നമ്മളെ പ്ലാറ്റ്ഫോം അപ്പുറത്ത് അല്ല. ഇനി നമ്മളെ മെട്രോ വന്നു പോയോ? നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങാൻ കുറേ ടൈം എടുത്തണേ. മെട്രോ ഫുള്ള് അണ്ടർഗ്രൗണ്ട് പരിപാടിയാണ്. ഒരു രക്ഷയില്ല. ഫസ്റ്റ് എടുക്കുമ്പോൾ മുടിഞ്ഞ സ്പീഡ്, പിന്നെ ഒരു സുഖമൊന്നുമില്ല. നമ്മൾ ഈ ഗ്രീന് കാണുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇതിൽ കരോൾ ബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എത്തിയിട്ട് നമുക്ക് ഇറങ്ങണം. ഈ മെട്രോ എടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ പണി പാടും. ഇത് എടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോ, അല്ലെങ്കിൽ ആകെ പണി പാടും. വലിച്ചെടുത്ത് പോവുക സാധനം. 9 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഞങ്ങളെ സ്റ്റോപ്പ് എത്തും. അഖിലിന് കുറച്ച് ഹിന്ദി അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിടിച്ച് നിൽക്കാം ഞങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ മൂഞ്ചും ഉറപ്പാണ്. എക്സിറ്റ് എവിടെയാ? എക്സിറ്റ് എവിടെയാ? ഇതില അഖിൽ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോകുന്നത്. നേരെ കരോൾ ബാഗ് വരിക. കരോൾ ബാഗ് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലോട്ട് ഇറങ്ങുന്ന ഹോൾസെയിൽ സാധനങ്ങളൊക്കെ അല്ലേ. അതായത് ഇവിടെ നിന്നാണ് നമ്മളെ നാട്ടിലോട്ട് മെയിനായിട്ട് വരുന്നത്. ഇപ്പം നാട്ടിലൊരു 500 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ആയാലും ഒരു 200, 100 അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വരില്ല. ഈ ടീഷർട്ടിനെ കണ്ടോ 150. ഒന്ന് ബാർഗെയിൻ ചെയ്താൽ ഒരു 70 റുപ്യക്ക് 80 റുപ്യക്ക് സാധനം സെറ്റാവും. പക്ഷെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ നല്ലോണം സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളും മോഷണം പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റ് എങ്ങനെ അതേപോലെ ഉണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഷൂവിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. 350, 200 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് ഷൂ പോകുന്നത്. ഷൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിതാ ഈ ഷൂ കണ്ടോ, ഈ ഷൂ ഞാൻ ഏകദേശം 2500 മുടക്കിയിട്ടാണ് മേടിച്ചത്. ആ ഒരു സാധനം ഏകദേശം അതേ ലുക്കുള്ള സാധനം ഇവിടെ ഉള്ളത് 350 രൂപ. അപ്പം നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ കാർബാഗ സ്ട്രീറ്റിലോട്ട് വരിക. കാരണം
ഈ കാണുന്ന അവിടെ കാണുന്ന ഒരു റെഡ് ബിൽഡിംഗ് ഉണ്ടോ, അത് മെട്രോ ആണ്. ആ മെട്രോ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിലോട്ടാ. ഇത് സംഭവം നമ്മളെ SM സ്ട്രീറ്റിന്റെ 2 ഇരട്ടി വലുപ്പം അത്ര തന്നെ. ഷൂ ഒക്കെ ഇട്ടുണ്ടോ, ഷൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിനായിട്ടൊരു ഏരിയ SM സ്ട്രീറ്റിന്റെ മാതിരി തന്നെ. പക്ഷെ നല്ല റേറ്റ് കുറവുണ്ട്, എല്ലാത്തിനും റേറ്റ് കുറവ്. ഞാൻ ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ ജാക്കറ്റിനൊക്കെ റേറ്റ് കുറവാണ്. ജാക്കറ്റ് നമ്മളെ നാട്ടിലൊരു ഇപ്പോൾ അങ്ങനത്തെ ഒരു ജാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1500 രൂപ വരും. ഇവിടെ എങ്ങനെയല്ല 500 രൂപ ആയിട്ടുള്ളൂ. സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവാണ് ഏകദേശം എല്ലാവർക്കും. പിന്നെ പ്യൂമയുടെ ഒറിജിനൽ ജാക്കറ്റ് ഉണ്ട്. ഒറിജിനൽ ജാക്കറ്റിന് 1500 രൂപ അങ്ങനെ വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ 500 രൂപ 600 രൂപ. ഷൂവിനൊക്കെ ആണെങ്കിൽ 350 അങ്ങനെയൊക്കെ വരുന്നത്. ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് കുറച്ച് നേരം പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഞങ്ങളിവിടുന്ന് കാശ്മീരി ഗേറ്റ് ഉണ്ട്, കാശ്മീരി ഗേറ്റിലോട്ട് പോയിട്ട് അവിടുന്ന് മണാലിക്കുള്ള ബസ് കയറണം. അപ്പോൾ കണ്ണാക്കുള്ളിയോ എന്താടാ സംഭവം ഞങ്ങൾ പെട്ടു. പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഒരു ടൈമായി. അപ്പോൾ ഞങ്ങൾ പെട്ടു. എങ്ങനെയാ വെച്ചാൽ ഇവിടെ മെട്രോക്ക് കയറണമെങ്കിൽ വരി നിൽക്കണം. വരി നിന്നിട്ട് കുറച്ച് നേരം കാത്തു നിന്നിട്ട് ഇനി പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് 8 മണി വരെ ഉള്ളൂ മണാലിക്കുള്ള ബസ്. അപ്പം ഇനി എത്തും അറിയില്ല. ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് മെട്രോ കയറാം. എത്തിയില്ലെങ്കിൽ പെട്ട് നാളെ നോക്കേണ്ടി വരും മണാലിക്ക്. ഏതായാലും വഴിയെ കാണാം. നമ്മളങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് അത്യാവശ്യം നന്നായിട്ട് മേടിച്ച്. അഖിലുണ്ടോ, അഖിലിന് ഇത്ര സാധനങ്ങളാണ്. സംഭവം നല്ല ബാർഗെയിൻ ചെയ്താൽ നല്ല സാധനം കിട്ടും. ബാർഗെയിൻ ചെയ്താൽ അത്യാവശ്യം കിട്ടും. അതായത് നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ആദ്യം പോവുക, എന്നിട്ട് നമ്മളെ റേറ്റ് പറയരുത്. അവർ റേറ്റ് പറയും, നമ്മൾ വേണ്ട എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോരാ. അങ്ങനെ ഇറങ്ങിപ്പോരും. ഇത് നമ്മളെ ട്രെയിനല്ല. എന്നിട്ട് നമ്മളെ റേറ്റ് ഓല് ചോദിക്കുക നമ്മളെ റേറ്റ് എത്രയാണ്. അപ്പം നമ്മളെ റേറ്റ് പറയാ, നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരിക, എന്നിട്ട് മേടിക്കുക. അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം നമ്മൾ നന്നായിട്ട് ലാഭിക്കാം. അപ്പം ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി കാശ്മീർ ഗേറ്റിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് മണാലിക്ക് പോകണം. അപ്പം നിങ്ങൾ ആ സ്ട്രീറ്റിക്ക് വരുന്നുണ്ടെങ്കിൽ പറ്റുന്നിടത്തോളം മാക്സിമം ബാർഗെയിൻ ചെയ്യാം. ബാർഗെയിൻ ചെയ്താൽ നല്ല റേറ്റിന് സാധനം കുറഞ്ഞു കിട്ടും. അതായത് നമ്മളെ നാട്ടിലേക്കൊക്കെ സാധനം പോകുന്നത് ഇവിടുന്നാണ്. അപ്പം ഷൂവിനൊക്കെ 350 അങ്ങനെയൊക്കെ വെച്ച് കിട്ടും. പിന്നെ ഇവിടുത്തെ എന്ത് മെട്രോയിൽ കയറുകയാണെങ്കിലും ഈ ഒരു കാർഡുണ്ട്, ഈ ചിപ്പ് കളയാതെ നോക്കുക. കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രോന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ക്യാഷ് എടുക്കുന്നത് വേറെ ടൈപ്പാണ്. നമ്മൾ നമ്മളിപ്പോൾ ഒരു 80 റുപ്പീസ് കിട്ടുകയാണെങ്കിൽ ആ 80 റുപ്പീസ് ഒറ്റയടിക്ക് ഒക്കെപ്പാടെ അതിൻ്റെ ഉള്ളിലേക്ക് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇടരുത്. സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പം ഇനി മണാലി വെച്ച് കാണാം. ഞങ്ങളിത് മണാലിയിലോട്ടുള്ള ബസ്സിൽ കയറി. ഫുൾ കോമഡിയാണ് ഇവിടുത്തെ കാര്യം. സംഭവം വെളിച്ചം കുറവാണ്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സംഭവം ഇവിടുത്തെ കാര്യം കോമഡി എന്താ വെച്ചാൽ, നമ്മൾ കാശ്മീർ ഗേറ്റ് മെട്രോ വഴി ഇറങ്ങിയാൽ അവിടെ കുറേ പേരുണ്ടാവും മണാലി എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ നമുക്ക് അവരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഒരാൾക്ക് 1700 രൂപയോളം വരും. പക്ഷേ ഇവിടെ തന്നെ വേറെ ബസ് ഉണ്ടാവും, നോർമൽ ബസ്. അവരെ ബസ് ചെക്ക് ചെയ്തപ്പോഴും നമ്മളെ ബസ് ഇങ്ങനെ പോണ ബസ് ചെക്ക് ചെയ്തപ്പോഴും സെയിമാണ്. പക്ഷേ നമ്മൾ ഇതിൽ പോവുകയാണെങ്കിൽ 700 രൂപയും അതിൽ പോവുകയാണെങ്കിൽ 1700 രൂപയാണ്. അപ്പം മണാലി വരുന്നവർ ശ്രദ്ധിക്കുക, ആ ബസ്സിൽ പോകാതെ ഈ ബസ്സിൽ കയറാൻ നോക്കുക മാക്സിമം. ഇതാകുമ്പോൾ നോർമൽ ബസ്സാണ്, മറ്റേ വോൾവോ ആണ്, സ്ലീപ്പറാണ്. ഇതും ആ ഒരു ഓപ്ഷൻ ഉണ്ട്.
കിടന്നുറങ്ങാനെന്നുള്ള അത്യാവശ്യം വോൾവോൻ്റെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ നമ്മൾ 1700 കൊടുത്ത് അതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം രാത്രിയാണ്, രാത്രി ഷൂട്ടിങ്ങൊന്നും നടക്കില്ല. ഞങ്ങൾ ഇനി രാവിലെ മണാലിയിലെത്തുള്ളൂ. അപ്പം രാത്രി ഷൂട്ടിങ്ങൊന്നും നടക്കില്ല. അപ്പോൾ ഈ എപ്പിസോഡ് തൽക്കാലം അവിടെ വെച്ച് നിർത്താം. വരും എപ്പിസോഡ് വരും. അതിന് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൽഹിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.